Hi guys, welcome back to my channel Keerthi's Katalog. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. Dark Fantasy biscuit, baking powder, egg, milk and chocolate syrup. ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഇത് യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഥവാ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഈനോടെ ഒരു സാഷെ യൂസ് ചെയ്താലും മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആദ്യം നമ്മൾ പാലൊഴിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിന്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം അതിലേക്ക് മിൽക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇത് അത്ര സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് നമുക്ക് ആഡ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ബാക്കി മിൽക്കും കൂടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്, അതുപോലെ ഒരുപാട് തിക്കും ആയി പോരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടായിരിക്കണം. അപ്പം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രമാണ്. ഈ ഒരു സ്റ്റീൽ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ കേക്ക് അടിയിലൊന്നും പറ്റി പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പറൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ബട്ടറിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും മടിക്കണ്ട, നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാരണം കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പറ്റിപ്പിടിക്കാതിരിക്കൂ. അപ്പോൾ ഇവിടെ ഈ പാത്രത്തിൽ ഞാൻ നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് മൈദ എടുത്തിട്ട് ഞാൻ ഇതിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതും ചെയ്യുന്നത്. കാരണം അടിയിൽ പറ്റിപ്പിടിച്ച് പോയാൽ നമുക്കിതിൽ നിന്ന് കേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് ഞാൻ എല്ലാ ബാറ്ററും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനൊരു കടായി മോഡലിൽ ഒരു പാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാറ്റർ ഒഴിച്ചു വെച്ച ആ ഒരു പാത്രം ഇതിൽ നമുക്ക് നന്നായിട്ട് വെച്ചിട്ട് മൂടി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം ഈ ഒരു കടായിൻ്റെ സൈസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് സ്റ്റൗവിന് മുകളിൽ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റാൻഡ് നമുക്ക് ആവശ്യമാണ്. ഇത്
ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ബാറ്റർ ഒഴിച്ച പാത്രം കടായിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കാൻ പാടില്ല. നമ്മളൊരു സ്റ്റാൻഡ് യൂസ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു വെച്ചിട്ടുള്ള പാത്രം നമ്മൾ കടായിലേക്ക് വെക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കടായിയാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നന്നായിട്ടൊരു അടപ്പ് വെച്ചിട്ട് മൂടുക. അതിനുശേഷം ഇതിപ്പോ ഹൈ ഫ്ലെയിമിലുള്ളത്, എന്നിട്ടത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ കടായി ഇപ്പൊ ലോ ഫ്ലെയിമില് 30 മിനിറ്റ്സ് വരെ നമ്മൾ വെക്കാൻ പോവാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ പോയിട്ട് അടപ്പൊന്നും തുറന്നു നോക്കൊന്നും ചെയ്യരുത്. 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിൽക്കാം. അപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ കേക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡിയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മളെ കേക്ക് ഇത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ബട്ടർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് ഓൾറെഡി ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏതിലേക്കാണോ നമ്മൾ സെർവ് ചെയ്യേണ്ടത് ആ ഒരു ഡിഷ് ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡെലീഷ്യസ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കാണ്. ചോക്ലേറ്റ് സിറപ്പൊക്കെ ആയിട്ട് നല്ല റിച്ച് ഫീലാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.